വണക്കം, വന്ദനം, നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. All are well, doing well. So today onwards our channel will be available in the name of Trader Option Trader. ഇന്നു മുതൽ നമ്മുടെ ചാനൽ ഈ പേരിലാണ് അറിയപ്പെടുന്നത്, ട്രേഡർ ഓപ്ഷൻ ട്രേഡർ. ഈ ഒരു കുരങ്ങ് അല്ലെങ്കിൽ മങ്കിയുടെ ഒരു എംബ്ലമാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ നിറച്ച ആൾക്കാർ ചോദിക്കുകയുണ്ടായി, എസ്പെഷ്യലി നമ്മുടെ മെയിൻ വെൽ വിഷേഴ്സ് ഒക്കെ ചോദിക്കുകയുണ്ടായി, എന്താണ് ഈ കുരങ്ങിൻ്റെ എംബ്ലം സെലക്ട് ചെയ്യാനായിട്ട് കാരണം എന്ന്. So many people are asking yesterday when we are post this emblem in our channel, why you selected this monkey emblem. See, everybody knows that we as a human, we generated from monkey family, right? So എല്ലാവർക്കും അറിയാം അല്ലേ, കുരങ്ങിൽ നിന്നാണ് മനുഷ്യൻ വന്നത് എന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ദൈനംദിന ജീവിതം, ഡേ ടു ഡേ ലൈഫ്, അവർ നമ്മുടെ മൈൻഡ് വർക്കാവുന്നത് മങ്കി മൈൻഡ് ആയിട്ടാണ് അല്ലേ. സോ എവറിബഡി നോസ് ദാറ്റ് എവറി ഡേ വി വർക്ക്, okay, every day to day this monkey mind will affect, or the monkey mind will reflect in our body. So whatever it may be, you can take any one. The most of the people, 85% of people, their decision will change every seconds or every minutes or every hour. The decision will change. They will not stick on the decision. എല്ലാ മനുഷ്യരും അല്ലെ, 80% ആൾക്കാരും അവരുടെ മൈൻഡിനെ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും ഡേ ടു ഡേ ലൈഫിൽ അല്ലേ. ഒന്ന് വിചാരിക്കും ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി കഴിക്കാമെന്ന് വിചാരിക്കും, ഹോട്ടലിൽ പോകുമായിരിക്കും, അവിടെ ഇഡ്ഡലി ഉണ്ടായിട്ടും പെട്ടെന്ന് മാറ്റും, ഒരു ദോശ കഴിക്കാൻ തോന്നും, അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആരെങ്കിലും കണ്ടിട്ട് അത് കഴിക്കാൻ തോന്നും. ഇത് എവിടെ പോയാലും അല്ലെ, ഒരു തുണിക്കടയിൽ പോയാലോ അല്ലെങ്കിൽ എവിടെ പോയാലും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഈ മങ്കി മൈൻഡ് നമ്മുടെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും നമ്മുടെ ലൈഫിൽ. സോ ട്രേഡിങ്ങിലും അങ്ങനെ തന്നെയാണ്. സോ ട്രേഡിങ് ഓൾസോ, വൈ ദ പീപ്പിൾ ആർ സേയിങ് ദാറ്റ് 90% ഓഫ് ദ പീപ്പിൾ ഫെയിൽ ഇൻ ദ ഷെയർ മാർക്കറ്റ്. വൈ? ബിക്കോസ് ഓഫ് ദിസ് മങ്കി മൈൻഡ്. ദിസ് മങ്കി മൈൻഡ് കൊണ്ടാണ് നമ്മൾ ട്രേഡിങ്ങിൽ വിജയിക്കാൻ പറ്റാത്തത്. സോ അതിനാണ് എല്ലാവരും പറയുന്നത് ഡിസിപ്ലിൻ. ഈ മങ്കി ഡിസിപ്ലിനായിട്ടിരുന്നാൽ, ഈ മങ്കി മൈൻഡ് നമുക്ക് നല്ല ഫോക്കസ്ഡ് ആയിട്ട് ഡിസിപ്ലിനായിട്ടിരുന്നാൽ ഓപ്ഷൻ ബയർ ആകാനുള്ള 100% ക്വാളിഫിക്കേഷൻ നമുക്ക് വന്നു എന്നാണ് ഇതിനെ നമ്മൾ ഈ എംബ്ലം കൊണ്ട് വിചാരിക്കുന്നത്. സോ എപ്പോഴും നമ്മൾ ട്രേഡിങ്ങിലോട്ട് കയറുമ്പോൾ ഒരു മങ്കി മൈൻഡ് ആകാതെ, ഇന്നലെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഏറ്റവും സീനിയർ ആയിട്ടുള്ള അദ്ദേഹം പറയുകയുണ്ടായി, അവിടെ ചാടി ഇവിടെ ചാടി അവിടെ ചാടി. കറക്റ്റ്, ദാറ്റ്സ് എ റൈറ്റ്. ആൻഡ് മങ്കിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥയുണ്ട് ഷെയർ മാർക്കറ്റിനെ കണക്ട് ചെയ്ത്, അതും നമ്മളെ ഗ്രൂപ്പിൽ സീനിയർ ആയിട്ടുള്ള ഒരു മാഡം പറയുകയുണ്ടായി. സോ അതൊക്കെ ഉണ്ട്, ദാറ്റ് ഇസ് ദെയർ. ബട്ട് ദ വെരി ബേസിക് ഈസ് ഈ മങ്കി മൈൻഡ് ആകാതിരിക്കുക ഓപ്ഷനിൽ സംബന്ധിച്ചിടത്തോളം. ഇഫ് യു ആർ ഓപ്ഷൻ ബയർ, ഓപ്ഷൻ സെല്ലർ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. സോ ഇത് ഫിയർ കൊണ്ടാണ് നമ്മൾ എപ്പോഴും ഈ മങ്കി മൈൻഡിലോട്ടാകുന്നത്. സോ ഇന്നു മുതൽ നമ്മുടെ ചാനൽ ട്രേഡർ ഓപ്ഷൻ ട്രേഡർ എന്ന പേരിൽ അറിയപ്പെടും. ഇപ്പുറത്ത് CE, ഇപ്പുറത്ത് P എന്നുള്ളത് കൊണ്ടാണ് ഈ കളറിങ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇടത് സൈഡിൽ ഗ്രീനും വലത് സൈഡിൽ റെഡും കൊടുത്തിരിക്കുന്നത്. താഴെ ഓപ്ഷൻ ഗ്രീനിൽ കൊടുക്കാൻ കാരണം നമ്മൾ എന്നും വിജയികളായിരിക്കണം, ഓപ്ഷൻ ബയർ എന്നും വിജയികളായിരിക്കണം എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, പെട്ടെന്ന് തന്നെ നമുക്ക് ഇന്ന് എന്താണ് ട്രേഡ് സെറ്റപ്പ് എന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കിക്കളയാം. സോ ഇത് മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടാണ്, ഫ്യൂച്ചറാണ്, നിഫ്റ്റി ഫ്യൂച്ചറാണ് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഇൻസൈഡ് ഓപ്പൺ ആണ്, അതായത് ഗ്യാപ്പ് അപ്പ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇൻസൈഡ് ഓപ്പൺ. ഇന്നലത്തെ ക്ലോസിന് മുകളിലാണ് നമുക്ക് ഇന്ന് ഓപ്പണിംഗ് കിട്ടുക എന്നുണ്ടെങ്കിൽ ഈ ലെവലിൽ, അതായത് ഈ പോയിന്റ് ഓഫ് കൺട്രോൾ 21,685 ഈ ലെവൽ ഒന്ന് നിങ്ങൾ മാർക്ക് ചെയ്യുക. 21,685 ഇതിന് താഴെ ഓപ്പൺ ആവുകയും ഇവിടെ നിന്ന് റിജക്ഷനായി താഴോട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് മാർക്കറ്റ് താഴോട്ട് തന്നെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ടാർഗറ്റ് ഇന്നലത്തെ ഡേ ലോ, സെക്കൻഡ് ടാർഗറ്റ് നമുക്കിവിടെ ഒരു അനോമാലീസ്, ഇവിടെ ഒരു ഇത് കിടപ്പുണ്ട് ഇവിടെ, അതായത് ഒരു പ്രോമിനൻറ്റ് പോയിന്റ് ഓഫ് കൺട്രോൾ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നത്തെയാണ് 26 ഡിസംബറിൻ്റെയും. പിന്നെ ഈ ഓപ്പൺ അത്ര സ്ട്രോങ് അല്ല, അതായത് 27 ഡിസംബറിൻ്റെ ഓപ്പൺ ജസ്റ്റ് എബവ് ഓഫ് ദിസ് പർട്ടിക്കുലർ ക്ലോസ്. സോ ഇതൊരു വിഷ്വൽ റെഫറൻസ് ആണ്, പുവർ ഓപ്പണിംഗ് ആണ്.
മനസ്സിലായില്ലേ? അപ്പോൾ 26ഉം 27ഉം ഈ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇന്നലത്തെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ടാർഗറ്റ് ഈ POC, അതായത് 19,500 അല്ലെങ്കിൽ 485 435 ഈ വാല്യൂ ഏരിയ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡൗൺഫോൾ നമുക്ക് കാണാൻ പറ്റും. അതിന് മാർക്കറ്റ് ഈ ലോ ക്ലിയർ ചെയ്യണം. ഈ ലോയിൻ്റെ അവിടെ മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് തന്നാൽ, താഴോട്ട് തന്നാൽ മാത്രമേ ഈ 19,435 എന്നുള്ള ടാർഗറ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. ഇതൊരു പ്രോബബിൾ ഓഫ് ചാൻസസ്. അല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടെ ഒരു ഗ്യാപ്പ് അപ്പ് ഇൻസൈഡ് ഓപ്പൺ ആയതിനു ശേഷം ആ ഓപ്പൺ ഹോൾഡ് ചെയ്ത് മുകളിലോട്ടാണ് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വാല്യൂ ഏരിയ മാർക്കറ്റ് ക്ലിയർ ചെയ്യും. ദാറ്റ് മീൻസ് 21,740 അല്ലെങ്കിൽ 750 ഈ ലെവല് മാർക്കറ്റ്, ഈ വാല്യൂ ഏരിയ ഹൈ മാർക്കറ്റ് ക്ലിയർ ചെയ്യും. 21,740 50 ഈ ഒരു 100 പോയിന്റ്, ഇവിടെ നിന്ന് ഒരു 100 പോയിന്റിൻ്റെ ഒരു ട്രാവൽ നമുക്ക് 85 ആണെങ്കിൽ 785 അങ്ങനെ. സോ ഓപ്പൺ എവിടെയാണ് ആകുന്നത് എന്നുള്ളതാണ് ഇന്ന് ഇമ്പോർട്ടൻ്റ്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് സ്ട്രോങ് സപ്പോർട്ടായിട്ട്, ഇത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇത് വീണ്ടും സ്ട്രോങ് സപ്പോർട്ടായിട്ട് മാറും. സോ ഇന്നലത്തെ ഡേ ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് അതൊരു വീക്ക്ലി ലോയും കൂടെയാണ്. 21,540 എന്ന് പറയുന്നത്, 580 എന്ന് പറയുന്നത് ഒരു വീക്ക്ലി ലോ ആണ്. അതുകൊണ്ടാണ് മാർക്കറ്റ് ഇന്നൊരു റിവേഴ്സൽ നമുക്ക് പെട്ടെന്ന് തന്നെ, അതായത് ഈ ഓപ്പൺ എവിടെയാണെന്ന് നോക്കുക. അതല്ല മാർക്കറ്റ് ഇത് ഒരേ ഒരു ഇൻസൈഡ് ഓപ്പൺ ആണ്, ഇല്ല ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആണെങ്കിൽ ഈ 21,580 ടെസ്റ്റ് ചെയ്തിട്ട് താഴോട്ട് വന്നാൽ ഈ ലെവൽ നമുക്ക്, അതായത് 21,435 ഈ ഒരു ഗ്യാപ്പും, അതായത് 21,420 ഒക്കെ താഴോട്ട് നമുക്ക് നോക്കാവുന്നതാണ്. സോ ഇന്നത്തെ ഓപ്പൺ വളരെ വളരെ പ്രാധാന്യം ഉള്ളതാണ്. അതുകൊണ്ട് അതിനനുസരിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യുക. സോ there are two opportunity. One is if market opening inside yesterday and nearby this POC, that means 21,685. Just watch whether this POC is accepting and open is holding, then the entire value area will cover on the top side. We can expect a 100 points ride on the top side, upside. If market open nearby 21,685 and rejection from this below and rejection from this area, then this low is very very important. Why? Because this is a weekly low. 21,580 is a weekly low. Okay, so for a down movement, next downfall, Nifty needs to be sustain or clear this particular low. That means yesterday's low. If yesterday's low is taken, then as per market profile there is a poor area to clear. The unfinished business are there, that is open is equal to high, this territory, that means 21,500, and this PPOC, then this value area low and this area. So 21,435 is the first target, second target will be 21,420, like that. So for that, the very very important will major play, the level is 21,580. Okay, so watch accordingly, plan your trade setup accordingly. നിങ്ങളുടെ ട്രേഡ് സെറ്റപ്പിൽ നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്യുക. All the very best for a successful winning trade. Thank you very much.